നമ്മുടെ താടിക്കാരൻ കാർന്ന ഒരു ഖാമനെയി പുള്ളി തട്ടിപ്പോയി. പേർഷ്യൻ സിംഹം എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. അതൊക്കെ ജോറായി. SFIയുടെ ഡിഗ്രി വാലന്മാരും എല്ലാം വമ്പിച്ച പ്രതിഷേധവുമായിട്ട് റോഡിലിറങ്ങി. ഇനി അമേരിക്കയെ പൂട്ടിക്കെട്ടിച്ചിട്ട് വേറെ കാര്യമുള്ളൂ. ട്രംപിനോട് അവർ പറയുന്നത് യുവർ ഡാൽവിനോട് കുക്കിയർ എന്ന്. ട്രംപിന്റെ പരിപ്പ് ഇറാനിൽ വേവില്ല. വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക. അവര് ആക്രമിക്കുകയും ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ താടിക്കാരൻ കാർന്ന ഒരു പാവം ഖാമനെയി പുള്ളി തട്ടിപ്പോയി. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. മിന്നൽ പോലെയാണ് ഇവരുടെ ആക്രമണം, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും. പക്ഷേ ഒരു രാജ്യത്തിന്റെ പരമാധികാരി താമസിക്കുന്ന വീട്ടിൽ ബോംബിടുക എന്ന് പറഞ്ഞാൽ അത് അത്ര സർവ്വസാധാരണമായിട്ടുള്ള കാര്യമല്ല. ഇവരെവിടെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് അറിയുകയും ആ സ്ഥലത്തേക്ക് ആക്രമണം നടത്തി. 200 ഗുണ്ട് 5 അമിട്ട് 4 ഗർഭം കലക്കി തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പട്ടണമാത് തമർപ്പടാർന്ന് അവന്മാർ പൊട്ടിച്ചേതർ. പുള്ളിയും പുള്ളിയുടെ കൂടെ 10-45 പേര്. അല്ല, ഈ വന്ന കാലത്ത് തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും 45 ടോപ്പ് ക്ലാസ് ആൾക്കാരെ ഒരു സ്ഥലത്ത് വിളിച്ചു കൂട്ടുവോ? അതും തന്റെ കൊട്ടാരത്തിൽ ചെയ്യില്ലല്ലോ. ബുദ്ധിയുള്ളവരെ ചെയ്യില്ല. എന്ത് ചെയ്യാം? ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. കാരണം ഓരോ നീക്കവും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് ശത്രുക്കൾ ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. വലിയ വിവരമൊന്നും ഇതിനെപ്പറ്റി ഇല്ലാത്ത നമുക്ക് പോലും അറിയാം. എടാ, അങ്ങോട്ട് പോയാൽ പിടിക്കും, ഇങ്ങോട്ട് പോയാൽ പിടിക്കും, ട്രാക്ക് ചെയ്യും, സാറ്റലൈറ്റ് വെച്ച് ഫോട്ടോ എടുക്കും, തേങ്ങാക്കൊല മാങ്ങാത്തൊലി ഒക്കെ പോയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. അതുകൊണ്ട് ആരെവിടെ പോകുന്നു എന്നൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഇറാൻ പാവം വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ഒക്കെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മളുടെ നീക്കങ്ങൾ ആരും അറിയില്ല എന്ന് പാവം ഇറാൻ വിചാരിച്ചു. ഒന്നോർത്താൽ സങ്കടവും തോന്നും കേട്ടോ. 86 വയസ്സായ മനുഷ്യൻ ഇങ്ങനെ ഭീകരവും ദാരുണവുമായ ഒരു അന്ത്യം അർഹിക്കുന്നില്ല. ബട്ട് പുള്ളിയുടെ ചെയ്തികൾ നോക്കിക്കഴിഞ്ഞാൽ ഇതും ഇതിലപ്പുറവും അത്രയധികം ജനങ്ങളുടെ പ്രാക്ക് മേടിച്ച ഒരു ഏകാധിപതിയായിരുന്നു അലി ഖമനി. അപ്പൊ ഏതായാലും ഇങ്ങനെ ഓർത്തു നോക്കിയാൽ കഷ്ടമാണ്. എന്നാൽ ഇറാൻ വെറുതെ ഇരിക്കും. ഇറാന് അമേരിക്കയെ തിരിച്ചടിക്കാൻ പറ്റുന്നില്ല. ഇസ്രായേലിനെ അടിക്കാൻ പറ്റും, പക്ഷെ നേരെ ചൊവ്വ അടി കൊള്ളുന്നില്ല. ഇവരൊരു 10 മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ഒരെണ്ണമോ 2 എണ്ണമോ ഇസ്രായേലിൽ വീണാലായി. ബാക്കിയെല്ലാം ഇസ്രായേൽ നടുക്ക് വെച്ച് തന്നെ തീർത്ത് കളയും. എന്നാ പിന്നെ ഇറാൻ പറഞ്ഞു, ഞാൻ ഈ ഗൾഫ് നാടുകളെയൊക്കെ ആക്രമിക്കാൻ പോവാണ്. അവിടെയെല്ലാം അമേരിക്കൻ ബേസ് ഉണ്ട്. ആ ബേസിലേക്കാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ മിസൈൽ അയക്കും. അത് വീഴുന്നത് എവിടെയാണെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒക്കെ വീഴും. ചേടാ, ഇത് കൊള്ളാമല്ലോ. ഇയാൾക്ക് അമേരിക്കയെ തിരിച്ചടിക്കാൻ പറ്റുന്നില്ല, ഇറാനെ തിരിച്ചടിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ അടുത്ത അയൽവക്കത്ത് കിടക്കുന്ന ഈ ഗൾഫ് നാടുകളെല്ലാം, നമ്മുടെ അബുദാബി, UAE, സൗദി, ദുബായ്, ഖത്തർ, ഒമാനാണെങ്കിൽ സമാധാന ശ്രമത്തിന് വേണ്ടി തെക്കോടെ കൂടി നടക്കണം അവിടുത്തെ വിദേശകാര്യമന്ത്രി. പുള്ളിയുടെ തലയ്ക്ക് ഒരു മിസൈൽ. അപ്പൊ ഇറാൻ ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് അടുത്ത് നിൽക്കുന്നവരെ കൈവാക്കിന് കിട്ടിയവരെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റുന്നില്ല, അമേരിക്കയെ ആക്രമിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഖത്തറിനെ ആക്രമിക്കാൻ. ഖത്തർ നിലവിളിച്ചടാ, എന്ത് പൂക്കൃതിയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇവിടെ യുദ്ധം വേണം, ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുളച്ചു മാറ്റണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അണ്ണാവെ പറ്റി പറഞ്ഞ അതുപോലെ ഇസ്രായേലിനെ മലത്തി അടിക്കണം, ഭൂപടത്തിൽ നിന്ന് മാറ്റി കളയണം എന്ന ആഗ്രഹം പഠിപ്പിക്കുന്നൊരു ആളെ നമുക്ക് മനസ്സിലായി. പക്ഷേ നമ്മുടെ ആരെങ്കിലും ബന്ധുക്കളുടെ നെഞ്ചത്ത് മിസൈലോ പാറ്റൻ ടാങ്കിന്റെ ഉണ്ടയോ അതുമല്ലെങ്കിൽ ബോംബോ വന്ന് വീഴാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഭയചകിതരായി. ജനങ്ങളുടെ ഈ ആശങ്കയെ ഊതിപ്പെരുപ്പിച്ച് ആ വീട്ടിൽ കിടക്കുന്ന ബന്ധുക്കൾക്ക് ഉറക്കമില്ലാതാക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഉണർന്നു പ്രവർത്തിക്കും. ആ കാര്യത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയത് സ്വാഭാവികമായിട്ടും നമ്മുടെ ട്രീ കട്ടർ ചാനലാണ്. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണ് വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്നത്. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്നത്. ഈ പരിപാടിയിൽ ട്രീ കട്ടറിനെ തോൽപ്പിക്കാൻ വേറെ ആർക്കും സാധിക്കും. 24 ന്യൂസും ശക്തമായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷേ അവർക്കൊന്നും അടുത്തെത്താൻ പറ്റില്ല. മറ്റു ചാനലുകളും അവരാൽ കഴിയും വിധം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും ട്രീ കട്ടറിന്റെ നിലവാരത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കറക്റ്റ്. അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. അച്ചടി പത്രങ്ങളിൽ മലയാള മനോരമയും മാധ്യമവുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. മാധ്യമം പിന്നെ താത്വികമായിട്ടുള്ള എതിർപ്പാണ്. മനോരമയാണെങ്കിൽ വായനക്കാരെ സംഭ്രാന്തരാക്കി സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനുള്ള തത്രപ്പാടില്ല. അപ്പൊ ഇങ്ങനെ വലിയ യുദ്ധം അവിടെ നടക്കുന്നു. ആളുകളെ പേടിപ്പിക്കാനുള്ള വലിയ സമരം നമ്മുടെ നാട്ടിൽ നടക്കും. എന്ത് കാര്യത്തിനാണ് ഒരു സുഖം, ഒരു മനസ്സുഖം.
പിന്നെ പ്രതികരണ തൊഴിലാളികളുടെ കാര്യം പറഞ്ഞാൽ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ നാട്ടിലെ മതപണ്ഡിതന്മാർ, ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം മതപണ്ഡിതരുണ്ട്, ഇവർ മിക്കവരും തന്നെ നിശബ്ദരാണ്. അല്ല, പ്രതികരിക്കുകയാണെങ്കിൽ തന്നെ വളരെ സൗമ്യമായി സംയമനത്തോടു കൂടിയാണ് പ്രതികരിക്കുന്നത്. തീരായിട്ട് സംസാരത്തിൽ ഭയങ്കര വ്യാകരണം. ആരും തന്നെ കടുപ്പത്തിൽ ഒരു പ്രസ്താവന നടത്തി ഇസ്രായേലിന്റെ കണ്ണിൽ കരടാകാൻ ആഗ്രഹിക്കുന്നില്ല, അമേരിക്കയെ വെറുപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ മുസ്ലിയാക്കന്മാരൊക്കെ അമേരിക്കയുടെ ചെലവിലാണ് അല്ലെങ്കിൽ ഇസ്രായേലിനെ പേടിച്ചിട്ടാണ് കഴിയുന്നത്. അങ്ങനെയല്ല, പേടിയാ ഇപ്പൊ ഫലസ്തീന് നേരെയാണ് ആക്രമണം നടക്കുന്നത്, ഗസയിലാണ് ബോംബിടുന്നത്. ഇവരെല്ലാവരും ചാടി എഴുന്നേറ്റ് ഉറക്കെ അത്യുച്ചത്തിൽ പ്രതികരിച്ചത്. അതിന്റെ ഒരു ലൈൻ അതാ അല്ലേ? പക്ഷെ ഇവിടെ യുദ്ധം നടക്കുന്നത് ഇസ്രായേലിന് നേരെ മാത്രമല്ല, അമേരിക്കയുടെ സഖ്യശക്തികളായിട്ടുള്ള സൗദി അറേബ്യക്കും ഖത്തറിനും അതുപോലെ UAE-ക്കും പോരാത്തതിന് ബഹ്റൈനിലും എതിരായിട്ടാണ്. വല്ലാത്ത ചെയ്തായി പോയി. അപ്പൊ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ സാമാന്യമായിട്ട് തൊട്ട് കിട്ടുന്നവരാണ് നമ്മുടെ നാട്ടിലെ പല മുലാക്കന്മാർ. ഇവരെന്തെങ്കിലും പ്രതികരിച്ചാൽ, ശക്തമായ ഭാഷയിൽ എന്തെങ്കിലും മലയാളത്തിൽ പ്രതികരിച്ചാൽ, ഇവരുടെ എതിർ ഗ്രൂപ്പുകാർ അപ്പൊ തന്നെ ഇത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട ഷെയ്ഖുമാർക്ക് അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ ഈ മുസ്ലിയാക്കന്മാർക്ക് കാലെടുത്ത് മറ്റേ രാജ്യത്ത് ചവിട്ടാൻ പറ്റിയില്ല, ചവിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവനെ ചവിട്ടി കൂട്ടി ജയിലിലാക്കും. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർക്ക് ദീനുൽ ഇസ്ലാമിന് എന്ത് ദോഷം വരുന്നു എന്ന് വിചാരിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചില്ല, അവരുടെ പോക്കറ്റിനെ കുറിച്ച്, അവരുടെ കീശയെ കുറിച്ച്, അവരുടെ മടിശീലയെ കുറിച്ച് ഓർത്തിട്ട് സംയമനം പാലിക്കുക. ഇതല്ല അതിന്റെ സങ്കടകരമായ വശം. അതുകൊണ്ട് SYS-ന്റെ ആഭിമുഖ്യത്തിലോ SKSSF-ന്റെ ആഭിമുഖ്യത്തിലോ വമ്പിച്ച പ്രതിഷേധ റാലികളൊന്നും ഇത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നേരെ മറിച്ച് അറബി രാജ്യങ്ങളെ ആക്രമിക്കാതെ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണം ഈ അറബി രാജ്യങ്ങളെ വിരളി പിടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്താതെ പോയിരുന്നെങ്കിൽ ഇവരെല്ലാവരും ശക്തമായിട്ട് പ്രതികരിച്ചു. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. പിന്നെ പ്രതികരിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിക്കാർ. അവർ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. മാധ്യമത്തിൽ ഈ മരിച്ചുപോയ നേതാവിനെ പേർഷ്യൻ സിംഹം എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. അതൊക്കെ ജോറായി. ഈ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല. പേർഷ്യൻ സിംഹം കാലം ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ അടിച്ച് വായനക്കാരെ ഉത്തേജിപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് സിറാജിലോ അല്ലെങ്കിൽ സുപ്രഭാതത്തിലോ ഈവൻ ചന്ദ്രികയിൽ പോലും അങ്ങനെ വലിയ സൂപ്പർലൈറ്റീവ്സ് ഒന്നുമില്ല, വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. ഇസ്രായേൽ ഇറാന് നേരെ നടത്തിയ ആക്രമണം സങ്കടകരമാണ്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, മഹാപാപമാണ് എന്നൊക്കെയുള്ള രീതിയിൽ. എങ്കിലും ചന്ദ്രികയെ ലോകമല്ലേ, പങ്കില മാനസർ കാണുകയില്ലേ എന്ന മട്ടിലാണ് ഇവിടുത്തെ ഈ പത്രങ്ങൾ വാർത്ത കൊടുത്തിട്ടുള്ളത്. അതിനേക്കാളും ഉഷാറാണ് മലയാള മനോരമ. മനോരമയ്ക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. മനോരമയ്ക്ക് നമ്മുടെ നെതന്യാഹുവിനെയും പേടിയില്ല, ട്രംപിനെയും പേടിയില്ല, വായനക്കാരൻ മാത്രമേ പേടിയുള്ളൂ. ഇതിന്റെ ഫലമായിട്ട് സർക്കുലേഷൻ ഒക്കെ കുറഞ്ഞു പോയാലെന്ന് വെച്ചിട്ട് അച്ചായം നല്ല കത്തിച്ചത്. മാതൃഭൂമി മോശമാക്കിയിട്ടില്ല, പക്ഷെ മനോരമയോളം എത്തിയിട്ടില്ല. ഇതാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ആളുകൾ ആരാണ്? നമുക്കറിയാതെ CPM-കാരാണ്. CPM-കാർ വളരെ ശക്തമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. CPM ജാഥ നടത്തി, ഇറാൻ അനുകൂലമായിട്ട് ജാഥ. അമേരിക്ക തുലയട്ടെ, ഇസ്രായേൽ തുലയട്ടെ, ഹീ ഗുലാബ് സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാഥ നടത്തി. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. MA ബേബി അപലപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഉടനെ തന്നെ പത്രപ്രസ്താവന പുറപ്പെടുവിച്ചു. പിന്നെ പിണറായി വിജയൻ പ്രതികരിച്ചു. നമ്മുടെ നാട്ടിൽ സാധാരണ തെമ്മാടികൾ സ്വീകരിക്കുന്ന നില ചില തെമ്മാടി രാഷ്ട്രങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. ആ തെമ്മാടി രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്നതാണ് ഏറ്റവും കടുത്ത അനുഭവം. ചേട്ടാ, ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ലെന്ന്. ഈ അമേരിക്കക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഗൾഫ് നാടുകൾക്കെതിരെ എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ല, ജോസ് പറഞ്ഞ പോലെ അല്ലല്ലോ ഞങ്ങൾ പറയണത്. നിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? ഗൾഫ് നാടുകൾ സംരക്ഷിക്കുന്നത് അമേരിക്കയാണ്. അപ്പൊ ഇപ്പോ അമേരിക്കക്കെതിരെ മുദ്രാവാക്യം വിളിക്കുക എന്ന് പറഞ്ഞാൽ ഗൾഫ് നാടുകൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ് കദ്വാര. അതിലൂടെ ഗൾഫിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ആൾക്കാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. അയ്യോ അതല്ല, മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നു. അവിടെ ഇറാനും അമേരിക്കയും സൗദി അറേബ്യയും ഖത്തറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിനിടയ്ക്ക് പിണറായി വിജയൻ എന്ത് കാര്യം? അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചുക്കും ചെയ്യാൻ പറ്റും. വെറുതെ ഒരു നാറ്റക്കേസ് ഉണ്ടാക്കി വെക്കാമെന്നതല്ലാതെ ഈ ജാഥ കൊണ്ട് സംഗതി അയാൾക്കൊരു താക്കരുത്. MV ഗോവിന്ദൻ താത്വികമായിട്ട് സംസാരിക്കുന്നുണ്ട്. DYFIയുടെ അന്വേഷണത്തിന്റെ നേതാക്കളായിട്ടുള്ള ഡബിൾ റഹീം, അതുപോലെ വാസിഫും സനോജും SFIയുടെ ഡിഗ്രി വാലന്മാരും എല്ലാം വമ്പിച്ച പ്രതിഷേധവുമായിട്ട് റോഡിലിറങ്ങി. ഇത് കൊടും മാറണം തന്നെ. ഇനി അമേരിക്കയെ പൂട്ടിക്കെട്ടിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്നുള്ളതാണ് SFIയുടെ പ്രഖ്യാപിതമായ നയം. ട്രംപിനോട് അവർ പറയുന്നത് യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന്. ട്രംപിന്റെ പരിപ്പ് ഇറാനിൽ വേവില്ല എന്നാണ്.
ഏതായാലും പരിപ്പ് വേവോ വേവില്ലോ എന്നുള്ള വേറെ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തേക്കുന്ന സമയമല്ലേ. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? മുസ്ലിം ലീഗുകാർക്ക് പ്രതികരിക്കുന്നതിന് പല പരിമിതികളും ഉണ്ട്, പരാധീനതകളും ഉണ്ട്, പരിധികളും ഉണ്ട്. നേരെ മറിച്ച് മാർക്സിസ്റ്റുകാർക്ക് പ്രതികരിക്കുന്നതിന് യാതൊരു തടസ്സവും. ഇറാനെ രക്ഷിച്ചിട്ടതിന് വേറെ കാര്യവും. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. ഇറാനെ വീണ്ടെടുത്തിട്ടേ വേറെ കാര്യമുള്ളൂ. അമേരിക്കയുടെ അവസാനത്തെ ഭടൻ പോലും ഇറാനിൽ നിന്ന് പോയതിനു ശേഷം ഇസ്രായേലിന്റെ അവസാനത്തെ വിമാനം വരെ വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം മാത്രമേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിശ്രമമുള്ളൂ. അതിനുശേഷമേ ഇനി ഗോവിന്ദ മാഷ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോലും കടക്കും. അപ്പൊ MA ബേബിയും AA റഹീമും ഗോവിന്ദ മാഷും വസീഫും ശിവപ്രസാദും ഉള്ളിടത്തോളം കാലം അമേരിക്കക്കാർക്ക് ഇറാനിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റുകയില്ല. ഇറാനു വേണ്ടി പാർട്ടി സഖാക്കൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും. DYFI, SFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, കർഷക തൊഴിലാളി സംഘടന എന്ന് വേണ്ട സകല സംഘടനകളും ഈ ധർമ്മ സമരത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഇറാന്റെ പരമാധികാരവും അവരുടെ സ്വയം നിർണയാവകാശവും ഉറപ്പിക്കും. അങ്ങനെ അമേരിക്കയെ നമ്മൾ ഒപ്പൂക്കി. അത് പിന്നെ പതുക്കെ പറയണോ? പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം സെലക്റ്റീവായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോ ഗാസയിൽ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മരിക്കുന്ന കുട്ടികളുടെ കണക്ക് പറഞ്ഞ് അവരുടെ പേര് വായിച്ച് നമ്മൾ ഇങ്ങനെ ഒരു സംഗമം നടത്തുമ്പോൾ മറുവശത്തും ഇതേപോലെ കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അത് എത്ര പേരാണ്, അവരുടെ പേരുകൾ എന്താണ്, ഈ കാര്യത്തിനെ കുറിച്ചും നമ്മൾ അറിയാനായിട്ട് പ്രതിജ്ഞാബദ്ധരായിരിക്കണം. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അതല്ല എങ്കിൽ അത് കേവലം ഒരു രാഷ്ട്രീയ പരിപാടി എന്ന നിലയ്ക്ക് മാത്രമേ ആൾക്കാർ ഇതിനെ കാണുകയുള്ളൂ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നല്ലാതെ ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉദയം ചെയ്തത് 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്കുണ്ടായിരുന്ന ഏകപക്ഷീയമായിട്ടുള്ള നരനായാട്ടാണ്. നരനായാട്ട് എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിലെ സൈന്യത്തിനെ ഒന്നുമല്ല അവരെ ആക്രമിച്ചത്, മറിച്ച് ഇസ്രായേലിലുണ്ടായിരുന്ന ഒരു സംഗീത നിശ ആസ്വദിക്കുന്നതിന് വേണ്ടി വന്ന സ്ത്രീകളും ചെറിയ കുട്ടികളും അടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിന് നേരെ ഇവർ റോക്കറ്റ് ആക്രമണം നടത്തി. അത് അയൺ ഡോം കുറെയൊക്കെ പ്രതിരോധിച്ചു, പക്ഷെ കുറെയൊന്നും അതിന്റെ കപ്പാസിറ്റിയിൽ ഉള്ളതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1200 മുതൽ 1500 വരെ ആൾക്കാരാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. അതിൽ തന്നെ ഏതാണ്ട് 40-നടുത്ത് കുട്ടികളുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഈ കുട്ടികൾ കൊല ചെയ്യപ്പെടേണ്ടതായിരുന്നോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അവരും മറ്റുള്ള ആൾക്കാരെ പോലെ ഗാസയിൽ തന്നെ മരിക്കുന്ന കുട്ടികളെ പോലെ തന്നെയുള്ള അവകാശങ്ങളുള്ള, ജീവിതം അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ കുട്ടികളല്ലേ? അവർക്കും വികാരങ്ങളില്ലേ? അവരുടെ കുടുംബങ്ങൾക്കും വികാരങ്ങളില്ലേ? അവരോടും നമ്മൾ ചേർന്ന് നിൽക്കേണ്ടതല്ലേ? അവരുടെ മരണത്തിലും നമ്മൾ കണ്ണീർ പൊഴിക്കേണ്ടതല്ലേ? അവരുടെ പേരും നമ്മൾ വായിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷെ എന്തോ വിചിത്രമായിട്ടുള്ള കാരണങ്ങളാൽ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ നിന്ന് ഈ ഇസ്രയേലിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ഇസ്രയേലുകാരായിട്ടുള്ള ഈ 3 ഡസനിലധികം കുട്ടികളുടെ പേര് ആരും വായിക്കാറില്ല, അവരെ കുറിച്ച് പറയാറില്ല. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത്? ഗാസയിൽ കുട്ടികൾ മരിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ മനുഷ്യത്വ വികാരം ഉണരേണ്ടതല്ല, മറിച്ച് എവിടെയും, ഈ ലോകത്തെവിടെയും ഒരു കുട്ടിയുടെ മരണം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരേപോലെ തന്നെയുള്ള മാനുഷിക വികാരങ്ങളാണ് ഉണരേണ്ടത്. അല്ല ഞാൻ ഗാസയിലുള്ള കുട്ടികളുടെ പേര് മാത്രം വായിക്കുന്നു, ഇസ്രയേലിലുള്ള കുട്ടികളുടെ മരണത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, അതിനെ നമ്മൾ അപലപിക്കുന്നില്ല, ആ കുട്ടികളുടെ പേര് നമ്മൾ വായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നതിൽ കേവല മാനവികത എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിന്റെ നിറം കൂടി കലരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം?